ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നിച്ചുക്കുട്ടൻ സ്കൂളിൽ പോകാത്ത ദിവസമായതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. 6:30 കഴിഞ്ഞാണ് എണീറ്റ്. പിന്നെ നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 7 മണിയൊക്കെ ആയി കിച്ചണിലേക്ക് വന്നപ്പോഴേക്കും. നിച്ചുക്കുട്ടൻ ഇന്ന് സ്കൂളിൽ പോകാത്തത് കുഞ്ഞിന് പനി വന്നിട്ട് അങ്ങോട്ട് മാറുന്നില്ല. ഉത്സവത്തിന് പനി വന്നതാണ്. നാസിൻ്റെ എക്സാമൊക്കെ ഉണ്ടായതുകൊണ്ട് സ്കൂളിൽ പോവാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങ് പോകുമായിരുന്നേ. ഇപ്പോൾ പിന്നെ എക്സാം ഇന്നലെ കഴിഞ്ഞതുകൊണ്ട് 2 ദിവസം പിടിച്ച് ഞാനങ്ങ് വീട്ടിൽ നിർത്തി. ഏതൊന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വന്ന് ചായക്കൊക്കെ അടപ്പേ വെച്ചതിന് ശേഷം ലേറ്റായിട്ട് എണീറ്റത് കൊണ്ട് തന്നെ ഇന്ന് തട്ടിക്കൂട്ട് ഫുഡിങ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ പരിപ്പ് കറിയും വെച്ച് മീൻ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ പറ്റി അതും ഒന്ന് ഫ്രൈ ചെയ്ത് ഉച്ചക്കലത്തേടം അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ വൈകുന്നേരം കടയിൽ നിന്ന് നേരത്തെ വന്നിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചായ വെച്ചതോടൊപ്പം തന്നെ പരിപ്പ് കറി വെക്കാനുള്ള പരിപ്പ് കൂടി കുക്കറിൽ അങ്ങ് വേവിക്കാൻ വെച്ചേ. എനിക്ക് D3 ഡെഫിഷ്യൻസി വന്നതിന് ശേഷം നമ്മുടെ റൂട്ടീനൊന്നും കറക്റ്റായിട്ട് അങ്ങോട്ട് ക്ലിയറായിട്ട് വന്നിട്ടില്ല. എല്ലാത്തിനും അങ്ങ് മടിയാണ്. മെയിനായിട്ട് രാവിലെ എഴുന്നേൽക്കാനുള്ള മടി. അത് D3 കുറയുമ്പോഴേ നമുക്ക് ഉറക്കം കൂടും. അതിൻ്റെ പ്രശ്നമാണ്. പിന്നെ നമ്മൾ എണീറ്റൊന്ന് ആക്റ്റീവായി കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ശരിയാകും. എന്നാലും ഒരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. അതാണിപ്പം മെയിൻ പ്രോബ്ലം. പിന്നെ നമ്മളങ്ങനെ ചായയൊക്കെ എടുത്ത് കുടിക്കാനായിട്ടിരിക്കുന്നത്. രാവിലെ മോനോട് വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഒരു 10-15 മിനിറ്റ് നമ്മളെല്ലാവരോടും ഒരുമിച്ച് ചായ കുടിക്കാനായിട്ടൊക്കെ ഇരുന്ന് അവൻ്റെ കുറച്ച് കൗണ്ടറുകളൊക്കെ അടിക്കും. ആ കൗണ്ടറൊക്കെ കേട്ടുള്ള ചിരിയാണ്. നമ്മളെ കളിയാക്കാൻ അവനെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരേ ഉള്ളേ. ക്യാമറയ്ക്ക് മുന്നിൽ വന്നാൽ അവനെപ്പോലെ പാവം വേറെ ആരുമില്ല. ക്യാമറയ്ക്ക് പിന്നിലിരുന്നാലും അവനെപ്പോലെ എൻ്റെ പൊന്നോ കൗണ്ടർ അടിച്ച് മനുഷ്യനെ കൊല്ലുവേ. അപ്പം ട്രൈപോഡ് എടുത്ത് വെക്കുന്ന മടി കൊണ്ട് ഞാൻ രാവിലെ ആ ഫോൺ കയ്യിലോട്ട് കൊണ്ടു കൊടുത്തതിൻ്റെ കൗണ്ടറാണേ. ട്രൈപോഡ് എടുത്ത് ഞാൻ വെക്കാൻ മടി നല്ലതല്ല പിള്ളേർക്ക്. മടിയാണ് മനുഷ്യൻ്റെ ജീവിതം നശിപ്പിക്കുന്നത്. അങ്ങനെ കുറേ കൗണ്ടർ ഇരുന്ന് അടിച്ചതാണ് എൻ്റെ മണിയണ്ണ അതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു തന്നതേ. നമ്മൾ ചെന്നൈയിലായിരുന്നപ്പോൾ ഉള്ള ഭാഗമൊക്കെ TV-യിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ച് പിന്നെ അതിൻ്റെ കുറച്ച് ചർച്ചകളിലോട്ടുമൊക്കെ പോയി അപ്പോഴത്തെ വിശേഷങ്ങളുമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കിച്ചണിലോട്ട് വന്ന് ചോറിനുള്ള വെള്ളം അടപ്പേ വെച്ച് അന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് അരിയങ്ങ് കഴുകിയിട്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ ജോലിയില്ലല്ലോ. അരിയങ്ങ് വെന്തോളും. പിന്നെ നമുക്ക് കറിയൂടൊക്കെ വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കടയിലോട്ട് പോകാമല്ലോ. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ D3 കൂടാൻ വേണ്ടിയിട്ട് എന്താ കഴിക്കേണ്ടതെന്ന് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഗുളിക കഴിക്കാനുള്ള മടി കൊണ്ട് ആഴ്ച ഒരു ഗുളിക കഴിച്ചാൽ മതി. എന്നാലും മറ്റുള്ള ഗുളികയുടെ കൂടെ അതുകൂടി കഴിക്കുമ്പോൾ ആ ഒരു മടിയാണ് ഗുളിക കഴിക്കാനായിട്ട്. മടിയല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അത് എൻ്റെ ചോപ്പർ കേടായി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചോപ്പർ എല്ലാം മടിയാണ്. ഈ മടി എന്നുള്ള വാക്ക് ഇന്ന് അതിനകത്ത് എത്ര വട്ടം പറഞ്ഞു എന്നറിയത്തില്ല. ഉള്ളി അരിയാനുള്ള മടി കൊണ്ട് ഞാൻ മിക്സിയിലിട്ട് നമ്മൾ റിവേഴ്സ് അടിക്കത്തില്ലേ, അങ്ങനെ അടിച്ച് ചോപ്പ് ചെയ്യുന്ന കണക്ക് എടുത്തേ. കുഴപ്പമില്ല, നല്ലോണം ചോപ്പ് ചെയ്യുന്ന കണക്ക് കിട്ടിയേ. പിന്നെ നമ്മൾ പരിപ്പ് കറി വയ്ക്കാനായിട്ട് ഒരുങ്ങുമായിരുന്നേ. പരിപ്പ് കറിയുടെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ടേ, ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ അങ്ങോട്ട് കാണിക്കുന്നില്ല. പരിപ്പ് കറി എല്ലാം റെഡിയാക്കി തിളയ്ക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ അപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് നേരെയാക്കി. സാധാരണ രാവിലെ എണീക്കുമ്പം ചെയ്യുന്ന ജോലിയാണ്. ഇന്നലെ ലേറ്റായിട്ട് എണീറ്റപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങ് പോകുമായിരുന്നേ. പിന്നെ അപ്പോഴത്തേക്കും തിരിച്ച് വന്നപ്പോഴത്തേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ഊറ്റിയിട്ടു. പിന്നെ മീൻ വറുക്കാനൂടെ വെച്ച് ചാള ഇന്നലെ രാത്രി മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതായതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് ഫ്രൈ ചെയ്ത് വെച്ചാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ അതുകൂടി ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ജോലി ആൾമോസ്റ്റ് തീർന്നു. പിന്നെ പാത്രം കഴുകി. ഇന്ന് സമയം ഉണ്ടായതുകൊണ്ടാണ് രാവിലെ പാത്രം കഴുകാൻ നിന്ന്. അല്ലെങ്കിൽ പിന്നെ മിക്കപ്പോഴും ഇപ്പം വൈകുന്നേരം വന്നാണ് പാത്രം കഴുകുന്നത്. ഇപ്പോൾ ലേറ്റായിട്ട് എണീക്കുന്നതുകൊണ്ട് ഒന്നും ആ ഒരു കറക്റ്റ് ടൈം ടേബിൾ അനുസരിച്ചൊന്നും പോകുന്നില്ല. ഈ അസുഖങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് വേണം എല്ലാം നേരെയാക്കാനായിട്ട്. അങ്ങനെ പാത്രമോടെ കഴുകി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ജോലിയൊക്കെ തീർന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം മുട്ട കഴിക്കണം. ഡെയിലി 2 മുട്ടയൊക്കെ കഴിക്കാൻ ഡോക്ടർ പറഞ്ഞാണ്. മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഇനി നമുക്ക് കടയിൽ പോകാനായിട്ടൊക്കെ റെഡി ആവണം. പിന്നെ എല്ലാം ഓട്ടപ്പാച്ചിലായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ കടയിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പം തന്നെ 9:30 കഴിഞ്ഞ് ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു. നമ്മൾ ലേറ്റായിട്ട് എണീറ്റാൽ അതിനനുസരിച്ച് കടയിൽ പോകാനും ലേറ്റാവുമേ. അങ്ങനെ നമ്മൾ കടയിലേക്ക് പോകാനിറങ്ങി. നമ്മുടെ ലാൽ കേക്സിൻ്റെ ബോർഡ് കണ്ടോ, അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്.
കടയിലോട്ട് പോകുന്ന വഴിക്കൊരു പള്ളി, കല്ലട നിലമേൽ മാർത്തോമ ചർച്ച്, അവിടെ ഈ സ്റ്റാർ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സ്റ്റാർ ഇട്ടതിൻ്റെ അടുത്ത ദിവസമാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് എടുത്തതാണേ. പിന്നെ നമ്മൾ പോകുമ്പോന്നാണ്ട് നമ്മുടെ ചിറ്റുമലച്ചിറയുടെ അതിമനോഹരമായ കാഴ്ചയാണ്. ഇതെന്നും പോകുമ്പോൾ നല്ല രസമാണ്. ഇവിടെ മഞ്ഞ് ഇച്ചിരി രാവിലെ പോകുമ്പോൾ ഈ മൂടൽ മഞ്ഞിങ്ങനെ നിറഞ്ഞു നിൽക്കും. നല്ല രസമാണ് ആ ഭാഗം കാണാനായിട്ട്. അതുമല്ല വൈകുന്നേരം നമ്മൾ ഈ അസ്തമയ സമയത്ത് വരണം. അയ്യോ എന്നാ അടിപൊളിയാണെന്നറിയോ അത് കാണാനായിട്ട്. ഇനി എപ്പോഴേലും ഞാൻ കാണുമ്പോൾ അത് എടുത്തിടാവേ. അപ്പോഴേക്കും നമ്മളിത് ആ കടയിലെത്തിയിരിക്കുകയാണ് മക്കളെ. ശ്രീ കണ്ഠകർണ ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാൻസി. അങ്ങനെ നമ്മൾ കടയിലെത്തുവാണ്. അവിടെ ഓട്ടോയൊക്കെ കിടപ്പുണ്ടേ. എന്നിട്ട് മണിയണ്ണൻ വന്നാണ്ട് ഷട്ടറൊക്കെ തുറന്നു ഐശ്വര്യമായിട്ട് അകത്തോട്ട് കയറുവാണ്. പിന്നെ അവിടെ തൂത്ത് വിളക്കൊക്കെ കത്തിച്ച് തൂക്കുന്നൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ കുറേ നേരം അവിടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമായിരിക്കും, ഭക്തിഗാനമൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മളവിടെ ചെന്നാലും ഉണ്ടല്ലോ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് പിന്നെ ഡിസ്പ്ലേ എല്ലാം പറക്കിയിട്ടിട്ട് അണ്ണൻ ഇങ്ങി പോരുവേ. പിന്നെ വൈകുന്നേരം വരെ ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, രാവിലെ തുണി കഴുകി ഇട്ടിട്ട് പോയി വൈകുന്നേരം വന്നാണ് നൂത്തിയിടുന്നത്. വന്നിട്ട് ആദ്യം ഡ്രസ്സ് മാറി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ആദ്യം അത് നൂത്തിട്ടിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇന്ന് രാവിലെ മെഷീന് കഴുകിയിടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം ഒന്നും നടക്കത്തില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ വീഡിയോയും കൂടി എടുത്തുകൊണ്ട് ജോലികളൊക്കെ ചെയ്യുമ്പോൾ അത്രയും കൂടി നമുക്ക് സമയം പോകും. ഇന്ന് ലേറ്റായിട്ട് കൂടി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മൊത്തം എണീറ്റ് കിടക്കുമായിരുന്നു. എന്നാലും കട്ടിലെന്നാൽ എണീറ്റ് വരാനുള്ള മടി കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് കിടന്നതായിരുന്നേ. പിന്നെ തുണിയെല്ലാം പറക്കി നൂത്തിയൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾക്ക് അകത്തോട്ട് വന്നത്. വെളിയിൽ ഞാനങ്ങനെ തുണി നൂത്തിടാറില്ല. എപ്പോഴും ഇങ്ങനെ ഷെഡിൽ നൂത്തിട്ടേക്കത്തുള്ളൂ. കാരണം എപ്പോഴും നമ്മുടെ വീട്ടിൽ ആൾ കാണത്തില്ല. അപ്പോഴും നമ്മൾ വെളിയിൽ നൂത്തിട്ടിട്ട് പോയാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഇങ്ങനെ അകത്തങ്ങ് നൂത്തിയിടത്തേ ഉള്ളേ. വീട്ടിൽ നിൽക്കുന്ന ദിവസം മാത്രം വെളിയിൽ നൂത്തിടും. അതും അന്തരീക്ഷമൊക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രം. എനിക്കല്ലാതെ എപ്പോഴും പോയി പറക്കിയെടുക്കാനും ഇടാനും ഒക്കെ പറ്റത്തില്ല. ഇത് നമ്മൾ രാവിലെ കണ്ട കൗണ്ടർ അടിച്ചിരിക്കുന്ന നിച്ചുക്കുട്ടനല്ല, എൻ്റെ ശക്തിമാനായ നിച്ചുക്കുട്ടനാണ്. രമ്യ വന്നപ്പോൾ ബബ്ലൂസ് നാരങ്ങ കൊണ്ടുവന്നതാണ്, കമ്പിളി നാരങ്ങ. രമ്യ എൻ്റെ നാത്തുൻ്റെ പേരാണ് രമ്യെന്ന്. അത് ഏതോ ഒരു യൂട്യൂബർ ഇങ്ങനെ കൈവച്ച് വലിച്ചു പൊളിക്കുന്ന കണ്ടത് നമുക്കും പറ്റുമോ നോക്കിയതാണ്. അവസാനം ഞങ്ങളത് പൊട്ടിച്ചെടുത്ത്. ഇത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം അണ്ണന് ചൂണ്ടയിട്ട് കിട്ടിയ ഏട്ടമീനാണേ. കടയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഓരോ മണിക്കൂറെങ്കിലും പോയൊന്ന് ചൂണ്ടയിടാനായിട്ട് ഇരുന്നില്ലെങ്കിൽ അണ്ണന് സമാധാനം വരത്തില്ല. എല്ലാ ദിവസവും ഒന്നും പോകത്തില്ല. ഈ മീന് കിട്ടുന്ന ദിവസം ഈ ആറിൻ്റെ അവസ്ഥയൊക്കെ കാണുമ്പോൾ ഇവർക്ക് അറിയാൻ സാധിക്കുമേ. അങ്ങനെയുള്ള കിട്ടുമെന്ന് ഉറപ്പുള്ള ദിവസങ്ങളിലൊക്കെ ഓരോ മീനും ഓരോ ആറിൻ്റെ ഓരോ അവസ്ഥകളാണ്. ഈ ഏട്ടമീൻ കിട്ടുന്ന ദിവസം, അതേപോലെ കരിമീൻ കിട്ടുന്ന ദിവസം, അങ്ങനെ അതിന് ഓരോരോ ചൂണ്ടയുണ്ട്. അതും എടുത്ത് പോവേ. എന്നെ കടയിലാക്കിയിട്ട് വന്ന് പകലെപ്പോഴോ സമയം കിട്ടിയപ്പോൾ അണ്ണ അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മീനാണെ ഭയങ്കര തെന്നല, നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അങ്ങനെ എനിക്ക് ടഫായിട്ടുള്ള മീനൊക്കെ കിട്ടുവാണെങ്കിൽ അത് അണ്ണനൊന്ന് ക്ലീൻ ചെയ്തൊക്കെ തരുവേ. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയങ്ങളെ. പിന്നെ ഞാൻ വൈകുന്നേരം പിന്നെ വന്നിട്ട് തുണിയൊക്കെ നൂത്തിട്ട് കഴിഞ്ഞിട്ട് ചപ്പാത്തി, രാത്രി മിക്കവാറും ഇവിടെ ചപ്പാത്തി ആയിരിക്കുവേ. അന്നേരം ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെക്കുക. അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് മീനെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ ചപ്പാത്തി ആക്കണം. പിന്നെ മീൻ കറി കൂടെ വയ്ക്കണം. ഇന്ന് ഈ ഏട്ടമീൻ അത് ഏകദേശം ഒരു 1 കിലോയോടെ ഉണ്ടായിരുന്നു, 3 എണ്ണോടായപ്പോഴത്തേക്ക്. അത് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് ഇരിക്കുവേ. അങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചൊക്കെ വെച്ച്, ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ട് മീൻ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിശക്കുന്നതനുസരിച്ച് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാവല്ലേ. ഇവിടെ എല്ലാവർക്കും ചൂടോടെ വേണം. ചപ്പാത്തി ആയാലും ദോശ ആയാലും അപ്പം ആയാലും ചൂടോടെ കഴിക്കുന്നതാണ് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടം. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് മാവം കുഴച്ച് വെച്ചിട്ട് മീൻ കറി വയ്ക്കാനായിട്ട് പോകാമെന്ന്. മീൻ കറി വയ്ക്കുന്നതിന് പിന്നെ പ്രത്യേകിച്ച് ആർക്കും റെസിപ്പി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും മീൻ കറി വയ്ക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് പിന്നെ അതിൻ്റെ റെസിപ്പിയൊന്നും എടുക്കാൻ നിന്നില്ല. മീൻ കറി വെച്ചു, വയ്ക്കാനായിട്ടെല്ലാം റെഡിയാക്കി അടപ്പേ വെച്ച്, എന്നിട്ട് പാത്രമൊക്കെ ഉള്ളതുമൊക്കെ അന്നേരം കഴുകി വെക്കുമായിരുന്നേ. അങ്ങനെ നമ്മുടെ മീൻകറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തി പരത്താനായിട്ടൊക്കെ എടുത്ത് വെച്ചെങ്കിലും പിന്നെ അത് വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല. വീഡിയോ എടുക്കുകയും ജോലി ചെയ്യുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇരട്ടി വിലയാണ്, ഭയങ്കര പിന്നെ ടയേർഡായി പോകുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് അങ്ങ് മീൻകറി വയ്ക്കുന്നത് 2 ദിവസത്തേക്ക് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ മീൻകറി ഇരുന്നാൽ പിന്നെ നമുക്കിങ്ങനെ കുടംപുളിയൊക്കെ ഇട്ട് വെക്കുന്ന മീൻകറി ആയതുകൊണ്ട് കേടാവാതിരിക്കുകയും ചെയ്യും. മീൻകറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോരനും വെച്ച് മോരോ രസമോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതിയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം.
അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും ഇടാൻ എല്ലാവരും മറന്നു പോവുകയാണ്. വ്യൂസിനനുസരിച്ച് നമുക്ക് ലൈക്കും കമൻറ്റും വരുന്നില്ല. ലൈക്കും കമൻറ്റുമാണ് നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കൂട്ടുന്നത്. അതുകൊണ്ടത് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ഒരുപാട് ദൂരങ്ങളിലോട്ട് നമ്മൾ എത്താനുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ പുതിയ വീഡിയോസുമായി പുതിയ പുതിയ കണ്ടൻറ്റുകളുമായി ഞാൻ ഇനിയും എത്തുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം രാധിക മണിയൻ.